ഹലോ, വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. ഇന്ന് നമ്മൾ ലെസൺ 3യിലാണ് എത്തി നിൽക്കുന്നത്. ലെസൺ 1ഉം 2ഉം കാണാത്ത ആൾക്കാർ ദയവേത് അത് ആദ്യം കാണണം കേട്ടോ. കാരണം ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുന്നൊരു സീരീസാണ്. അപ്പോൾ ആദ്യത്തെ ലെസൺസ് കണ്ടില്ലെങ്കിൽ ഇത് വലിയ പിടുത്തം കിട്ടില്ല. ലെസൺ 1ൻ്റെ ലിങ്ക് ഞാൻ താഴെ കോമൻറ്റിൽ കൊടുക്കാം കേട്ടോ. ആദ്യം ഹോംവർക്ക് നോക്കാം. ഒട്ടുമിക്ക എല്ലാവരും തന്നെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കോൺസെപ്റ്റ് നല്ല തറോ ആയിട്ട് പിടികിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അവന് വിശന്നിരുന്നു, അവന് വിശക്കുന്നുണ്ടെന്നല്ല, വിശന്നിരുന്നു, അല്ലെങ്കിൽ അവന് വിശപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ ഹീ വാസ് ഹംഗ്രി. അവൻ ആ കേക്ക് കഴിച്ചിരിക്കാം. കഴിച്ചു എന്നല്ല പറയണേ, ഒരു സംശയമാണ്. അവൻ കഴിച്ചിരിക്കാം എങ്ങനെ പറയും? മൈറ്റ് ഹാവ് V3 അല്ലേ. അപ്പോൾ ഈറ്റ് എന്നുള്ള പ്രവൃത്തിയുടെ V3 എന്താ? ഈറ്റൻ. കഴിക്കുക ഈറ്റല്ലേ, അതിൻ്റെ V3 ഈറ്റൻ. ഹീ മൈറ്റ് ഹാവ് ഈറ്റൻ ദ കേക്ക് അല്ലേ. ഇതിൽ ഒരാൾ ഹീ മൈറ്റ് ഹാവ് ബീൻ ഈറ്റൻ ദ കേക്ക് എന്ന് പറഞ്ഞു. അവിടെ ബീൻ ഈറ്റൻ ഇത് രണ്ടും V3 രണ്ട് വേർബിൻ്റെ V3 എന്തിനാണ് അവിടെ ഇടണേ? അത് വേണ്ട. ഈ ബീൻ എപ്പോഴാണ് വരിക? മെയിൻ വേർബ് ബി ആവുമ്പം. ഇവിടെ കഴിക്കുക എന്നുള്ള വേർബല്ലേ ഉള്ളത്. അപ്പോൾ ഈറ്റിൻ്റെ V3 ഈറ്റനാണ് യൂസ് ചെയ്യേണ്ടത്, ബീൻ വേണ്ട കേട്ടോ. അവിടെ ഹീ മൈറ്റ് ഹാവ് ബീൻ എ ടീച്ചർ, അവിടെ ടീച്ചർ ആവാം. അപ്പോൾ ആവുക എന്നുള്ളൊരു വേർബ് വരുമ്പോഴാണ് നമ്മളവിടെ ബീൻ ഇടുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അറിയാണ്ട് ബീൻ അവിടെ ചേർത്ത് പോയതാന്ന് തോന്നുന്നു. ശ്രദ്ധിക്കണേ. ഹീ മൈറ്റ് ഹാവ് ഈറ്റൻ ദ കേക്ക്. അടുത്തത്, അവന് ബ്രെഡ് കഴിക്കാമായിരുന്നു. അവൻ കഴിച്ചില്ലല്ലോ, അതെന്താ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നൊരു ഫീലിംഗ് വരണം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞേ? ഹി കുഡ് ഹാവ് ഈറ്റൻ ദ ബ്രെഡ്. വളരെ വളരെ നന്നായിട്ട് എല്ലാവരും ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈസ് ഷീ ഹംഗ്രി, ഡിഡ് ഷീ ഈറ്റ്, ഡസ് ഷീ ഈറ്റ് ഫിഷ് മുതലായ ചോദ്യങ്ങളൊക്കെ പഠിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൺസെപ്റ്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇന്ന് ക്ലിയർ ആക്കി നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇംഗ്ലീഷിലെ ഈ ചോദ്യങ്ങളൊക്കെ ഇനി മുതൽ ഉണ്ടാക്കും. ഓക്കെ. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വിസ് ഉണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ട് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലത്തെ ഓരോ ചോദ്യത്തിനും ഉത്തരവും എഴുതാൻ പറ്റും. ഇത് വെറുതെ ചോദിക്കുന്ന ഉത്തരങ്ങളല്ല, ഒരു കോൺവെർസേഷൻ പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിൽ ഇതുമാതിരി കോൺവെർസേഷൻസ് ഉണ്ടാക്കാനും സംസാരിക്കാനും പറ്റും. തുടങ്ങാം അല്ലേ. നമ്മൾ പാസ്റ്റ് ടെൻസിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ ഡിഡ് എന്നുള്ള വാക്ക് നമുക്ക് വേണം. ഇതൊന്ന് ഓർത്ത് വയ്ക്കോ. അവൾ ചെയ്തോ, അവൾ ചെയ്തില്ലേ, അവൾ കഴിച്ചോ, കഴിച്ചില്ലേ, കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആര് വേണം? ഡിഡ്. അവൾ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടേ? ഡിഡ്. അവൾ എന്ന് പറയാൻ ഷീ. അപ്പോൾ ഡിഡ് ഷീ. കഴിക്കുക ഈറ്റ്. ഡിഡ് ഷീ ഈറ്റ്. ഇതിൽ തെറ്റ് വരാൻ ചാൻസ് ഉള്ളത് ഡിഡ് ഷീ എയ്റ്റ് എന്ന് ചോദിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. കുറച്ചെങ്കിലും പഠിച്ച ആൾക്കാർ വിചാരിക്കും ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എയ്റ്റ് അല്ലേ, അപ്പോൾ അവിടെ ഇടണ്ടേ എയ്റ്റെന്ന്. ഒരിക്കലും ചെയ്യരുത്. ഇതാണ് ഞാൻ കുറേ പേരിൽ കാണുന്ന മിസ്റ്റേക്ക്. ഡിഡ് ഷീ എയ്റ്റ് എന്ന് പറയരുത്, ഡിഡ് ഷീ ഈറ്റ്. കാരണം പാസ്റ്റ് ടെൻസ് എന്ന് കാണിക്കാൻ അവിടെ ഡിഡ് എന്നുള്ള വാക്കുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഈറ്റിനെ മാറ്റി എയ്റ്റ് എന്ന് ആക്കരുത്. ഓക്കെ. ഡിഡ് ഷീ ഈറ്റ്. അവൾ കഴിച്ചില്ല എന്ന് പറയണമെങ്കിലോ അവൾ ഷീ. കഴിച്ചില്ല എന്ന് പറയാൻ ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് ഈറ്റ്. ഷീ ഡിഡിൻറ്റ് ഈറ്റ്. അവിടെയും ഷീ ഡിഡിൻറ്റ് എയ്റ്റ് എന്ന് പറയരുത് കേട്ടോ. ഡിഡ് ഉണ്ട് അവിടെ പാസ്റ്റ് ടെൻസ് കാണിക്കാൻ. പിന്നെ ആ വേർബിന് നിങ്ങൾ എന്ത് വന്നാലും മാറ്റരുത്. ഷീ ഡിഡിൻറ്റ് ഈറ്റ്. അവൾ കഴിച്ചു എന്ന് പറയണമെങ്കിലോ ഷീ ഡിഡ് ഈറ്റ്. കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിന്? ഷീ ഡിഡ് ഈറ്റ് ഒരു കറക്റ്റ് സെൻറ്റൻസ് ആണ്. അവൾ കഴിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ഡിഡ് ഈറ്റ് രണ്ടും ഒരുമിച്ച് വന്നാൽ ഉടനെ അതിനെ മാറ്റിയിട്ട് ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എയ്റ്റ് ഇടും. ഷീ എയ്റ്റ്. അപ്പോൾ അത് തെറ്റാണോ? അതും ശരിയാണ്. അപ്പോൾ എന്താ നമ്മൾ ഷീ ഡിഡ് ഈറ്റ് എന്ന് പറയാറുണ്ടല്ലോ. എവിടെയാണ് പറയാറ്? അത് നമ്മൾ അവൾ കഴിച്ചു എന്നേ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ. ഇപ്പോൾ അവിടെ ചോദിക്കുകയാണ് അവൾ കഴിച്ചോ? കഴിച്ചു, ഷീ ഡിഡ് ഈറ്റ് അങ്ങനെ പറയണമെങ്കിൽ. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? അവൾ കഴിച്ചോ? അവൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, അവൾ കഴിച്ചു. സമാധാനത്തിൽ പറഞ്ഞാൽ പോരെ. നമ്മൾ സമാധാനപ്രിയരല്ലേ. അപ്പോൾ നമ്മൾ ഡിഡ് ചേർത്ത് ഈറ്റ് അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യം വരാറില്ല. നിങ്ങൾ നല്ല ദേഷ്യത്തിലാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഒരു 3 പ്രാവശ്യമായി ചോദിക്കുന്നു കഴിച്ചോ എന്ന്, 4 പ്രാവശ്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, ഇനിയും കേട്ടിട്ടില്ലെങ്കിൽ ഷീ ഡിഡ് ഈറ്റ് എന്ന് പറഞ്ഞോളൂ. അല്ലാത്ത കേസിൽ ചൂടാവേണ്ട കാര്യമില്ലെങ്കിൽ ഷീ എയ്റ്റ് അത് മതി. അപ്പോൾ ഡിഡും ഈറ്റും ഒരുമിച്ച് വരുമ്പം അത് മാറ്റിയിട്ട് എയ്റ്റ് എന്നിടാം. മനസ്സിലായോ? ഈ ദേഷ്യം പിടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഡിഡ് ഈറ്റ് എന്ന് ഉപയോഗിക്കേണ്ടത് അല്ല. ഇപ്പോൾ 3 ദിവസമായിട്ട് ആ കുട്ടി ഭക്ഷണം കഴിക്കണില്ല, വയറിനെന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിച്ചോ, വെള്ളം മാത്രം കുടിച്ച് പാലൊക്കെ കുടിച്ചങ്ങ് ജീവിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായി. അവസാനം ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ വീട്ടുകാർ ചോദിക്കുക അവൾ എന്തായി കഴിച്ചോ?
അവൾ കഴിച്ചു. ഷി ഡിഡ് ഈറ്റ്. ആ ഒരു സ്ട്രെസ് ചെയ്യുക, കഴിച്ചു, സന്തോഷത്തോടു കൂടി നമുക്ക് സ്ട്രെസ് ചെയ്യാമല്ലോ. അങ്ങനത്തെയൊക്കെ കേസിൽ അത് പറയാം. ഷി ഡിഡ് ഈറ്റ്, ചെയ്തുന്നേ, അവൾ കഴിച്ചു, ആ സന്തോഷം. പൊതുവെ ഇത്ര സന്തോഷങ്ങളും ദേഷ്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാത്തതുകൊണ്ട് ഡിഡ് ഈറ്റ് എന്ന് നമ്മൾ പൊതുവെ കേൾക്കാറില്ല. പകരം ഷി എയ്റ്റ് എന്ന് കേൾക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ കാര്യം പിടിയിട്ടില്ല. കഴിച്ചോ ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് ആദ്യം വരണം. ഡിഡ് ഷി ഈറ്റ്? ഇല്ല, ഷി ഡിഡൻറ്റ് ഈറ്റ്. കഴിച്ചു, ഷി എയ്റ്റ്. ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ ഷി ഡിഡ് ഈറ്റ്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഡിഡ് വരുമ്പോൾ ഈറ്റ് എന്നുള്ള വേർബിനെ എയ്റ്റ് ആക്കരുത്, ദയവ് ചെയ്ത് ആക്കരുത് കേട്ടോ. ഡിഡ് വരുമ്പോൾ ഈറ്റ് മാത്രമേ പറയാൻ പാടുള്ളൂ. ഡിഡ് ഇല്ലെങ്കിൽ ഈറ്റിനെ മാറ്റിയിട്ട് എയ്റ്റ് നാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ ഉറങ്ങിയോ എന്ന് ചോദിക്കും. അവർ ദേ വെച്ച് തുടങ്ങാൻ പാടുമോ? ഇല്ല, ചോദ്യമില്ല. അപ്പോൾ ഡിഡ് വെച്ചിട്ട് ഡിഡ് ദേ ഉറങ്ങുക, സ്ലീപ്പ്. ഡിഡ് ദേ സ്ലീപ്പ്? അവർ ഉറങ്ങിയോ? അവർ നന്നായി ഉറങ്ങിയോ? അതിൻ്റെ അർത്ഥം എന്താ? അവർ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ രാത്രി അവർ നന്നായി ഉറങ്ങിയോന്ന് ചോദിക്കണേ. അപ്പോൾ എന്ത് ചോദിക്കും? അപ്പോഴും ഇത് തന്നെ, അവർ ഉറങ്ങിക്കഴിഞ്ഞോ? മുമ്പ് നടന്നൊരു സംഭവമല്ലേ. ഡിഡ് ദേ സ്ലീപ്പ്? നന്നായിട്ടെന്ന് പറയാൻ വെൽ. ഡിഡ് ദേ സ്ലീപ്പ് വെൽ? അർത്ഥം മാറിയതുണ്ടോ? ഡിഡ് ദേ സ്ലീപ്പ് എന്ന് ചോദിച്ചാൽ കുട്ടികളെ ഉറക്കം കിടത്തിയിട്ട് ഉറങ്ങിയോ? ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ അവർ. ഡിഡ് ദേ സ്ലീപ്പ്? ഉറങ്ങിയോ? പക്ഷേ ഡിഡ് ദേ സ്ലീപ്പ് വെൽ? നന്നായി ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ എഴുന്നേറ്റ് രാവിലെ പല്ലേക്ക് ഉണ്ടാവും. കഴിഞ്ഞ രാത്രി അവർ നന്നായി ഉറങ്ങിയെന്നായിരിക്കും ചോദിക്കണേ. അപ്പോൾ സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി ഉറങ്ങിയോ എന്ന് തന്നെ വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാം. അവർ നന്നായി ഉറങ്ങിയോ? നന്നായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പം വെൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. പലരും ഗുഡ്, നല്ലതെന്ന് പറയുമ്പോൾ ഗുഡ് അല്ലേ ഉപയോഗിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ പ്രവൃത്തികളുടെ കൂടെ വെല്ലാണ് ഉപയോഗിക്കുക. ഡിഡ് ദേ സ്ലീപ്പ് വെൽ? അവർ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല, അവർ നന്നായിട്ട് ഉറങ്ങിയില്ല. കൊതുകടി എങ്ങനെ പറയാ? കൊതുകടി എന്ന് പറയണ്ട, അവർ ഉറങ്ങിയില്ല നന്നായിട്ട്. എങ്ങനെ പറയും? ദേ ഡിഡിൻറ്റ് സ്ലീപ്പ് വെൽ. അവർ ഉറങ്ങിയില്ല. അങ്ങനെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ വെൽ വേണ്ട, ദേ ഡിഡിൻറ്റ് സ്ലീപ്പ്. അവർ നന്നായി ഉറങ്ങി. എങ്ങനെ പറയാ? നന്നായി സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ ദേ ഡിഡ് സ്ലീപ്പ് വെൽ. സ്ട്രെസ് ചെയ്യണ്ട, വളരെ നോർമലായിട്ട് ഉത്തരം പറഞ്ഞാൽ മതിയെങ്കിൽ ദേ ഡിഡ് സ്ലീപ്പ് എന്ന് വെച്ചാൽ സ്ലീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് വേണം. ഏതാ സ്ലീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ്? സ്ലെപ്റ്റ്. ദേ സ്ലെപ്റ്റ് വെൽ. സുഖമായിട്ട് ഉറങ്ങി. ദേ സ്ലെപ്റ്റ് വെൽ. ഓക്കെ, അപ്പോൾ ദേ വരുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഹീ ഷീറ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണോ? ആര് സബ്ജക്റ്റ് വന്നാലും ഇങ്ങനെ തന്നെയാണ് വരിക. അവളാണെങ്കിൽ അവൾ നന്നായിട്ട് ഉറങ്ങിയോ? ആ ദേക്ക് പകരം ഷീ ഇടുക. ഡിഡ് ഷീ സ്ലീപ്പ് വെൽ? അവൾ നന്നായിട്ട് ഉറങ്ങിയില്ല. ഷീ ഡിഡൻറ്റ് സ്ലീപ്പ് വെൽ. അവൾ നന്നായിട്ട് ഉറങ്ങി. ഷീ സ്ലെപ്റ്റ് വെൽ. സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ ഷീ ഡിഡ് സ്ലീപ്പ് വെൽ. അപ്പോൾ ഉറങ്ങുന്ന കാര്യമാകുമ്പോൾ പക്ഷെ പലർക്കും നല്ല ഉറക്കം കിട്ടാറില്ല അല്ലേ? അപ്പോൾ അവൾ ഉറങ്ങാറുണ്ടോ നന്നായിട്ട്? കുട്ടികളുടെ കേസിലൊക്കെ എസ്പെഷ്യലി രാത്രി ഉറങ്ങാറുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ എന്തു പറയും? ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ പോരല്ലോ. ഇന്നത്തെ കാര്യം, ഇന്നത്തെ കാര്യം, നാളത്തെ കാര്യം ഒക്കെ ആ ചെയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ വരാറുണ്ട് അല്ലേ? ഉറങ്ങാറുണ്ടോ? അപ്പോൾ എങ്ങനെ ചോദിക്കും? അപ്പം നമ്മൾ ചെയ്തോന്നല്ല ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡൂവോ ഡസ്സോ ആണ് വരിക. ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡിഡ് മാത്രം മതി. പക്ഷേ എപ്പോഴും നടക്കുന്ന കാര്യമാകുമ്പം ഡൂവോ ഡസ്സോ വേണം. അപ്പോൾ എങ്ങനെ അറിയും ഡൂവോ ഡസ്സാന്ന്? സിമ്പിളാണ്. ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് അതാണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ അയാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഡസ് മതി. ബാക്കി എല്ലാവർക്കും ഡു. ഓക്കെ, അപ്പോൾ ഐ, യു, ദേ, വിൻ്റെ ഒപ്പം ഡു. ഓക്കെ, ഹീ ഷീ ഇറ്റിന് എസ് വേണമെന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. എസ് ഉള്ള ഫോം ഏതാ? ഡു ആണോ ഡസ് ആണോ? ആരുടെ കൂടെ എസ് ഉള്ളത്? ഡസിൻ്റെ. അപ്പോൾ ഹീ ഷീ ഇറ്റ് വരുമ്പം ഡസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഹീക്ക് പകരം അയാളുടെ പേരാണെങ്കിലോ അപ്പോഴും ഡസ് തന്നെ. ഷീക്ക് പകരം അവളുടെ പേരാണെങ്കിലും എസ് ഉപയോഗിക്കണം കേട്ടോ. ഇനി അവളും അവനും രണ്ടുപേരുണ്ടെങ്കിലോ അപ്പം എസ് ഇട്ട ഫോം വേണ്ട. ഹീയോ ഷീയോ ഇറ്റോ ആ ഒരാളുടെ പേരോ വരുമ്പോഴാണ് ഡസ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അവർ നന്നായി ഉറങ്ങാറുണ്ടോ എങ്ങനെ ചോദിക്കും? അവർ എന്ന് പറയാൻ ദേ. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഡു ദേ സ്ലീപ്പ് വെൽ? അവർ നന്നായി ഉറങ്ങാറുണ്ടോ? ട്വിൻസ് ആണ് കുട്ടികൾ. അവർ നന്നായി ഉറങ്ങാറുണ്ടോ എന്ന് ചോദിക്കണം നമുക്ക്. അപ്പോൾ ഡു ദേ സ്ലീപ്പ് വെൽ? അവർ നന്നായി ഉറങ്ങാറൊന്നുമില്ല. അപ്പോൾ എങ്ങനെ പറയും? ഉത്തരമല്ലേ? ചോദ്യം ആകുമ്പോഴാണ് ഡു ആദ്യം വരേണ്ടത്. ഉത്തരമാകുമ്പോൾ അവർ. ദേ ഡോണ്ട് സ്ലീപ്പ് വെൽ. ഡു നോട്ട് അതാണ് ഡോണ്ട്.
ഓക്കെ, ദേ ഡു നോട്ട് സ്ലീപ്പ് വെൽ അല്ലെങ്കിൽ ദേ ഡോണ്ട് സ്ലീപ്പ് വെൽ. അവർ നന്നായി ഉറങ്ങാറുണ്ടെന്നേ അങ്ങനെ പറയണമെങ്കിലോ സ്ട്രെസ് ചെയ്ത് പറയണം. ദേ ഡു സ്ലീപ്പ് വെൽ അല്ലേ. അത്രയധികം സ്ട്രെസ് ചെയ്യണമെങ്കിൽ നോർമലായി പറഞ്ഞാൽ മതിയെങ്കിൽ ദേ സ്ലീപ്പ് വെൽ. സിമ്പിളായല്ലോ. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ആ വേർബ് നമ്മൾ മാറ്റൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. പക്ഷേ ഷീ ഹീ ഇറ്റ് വരുമ്പോൾ ഇത് മാറും. അവൾ നന്നായി ഉറങ്ങാറുണ്ടോ? ഷീയുടെ കൂടെ ആരാ വരിക? ഡു ആണോ? അല്ല, ഡസ്. ഡസ് ഷീ സ്ലീപ്പ് വെൽ? അവൾ നന്നായി ഉറങ്ങാറുണ്ടോ? ഡസ് ഷീ സ്ലീപ്പ് വെൽ? അവൾ നന്നായി ഉറങ്ങാറില്ല. ഷീ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസൻറ്റ് സ്ലീപ്പ് വെൽ. അവൾ നന്നായി ഉറങ്ങാറുണ്ട്. ഷീ ഡസ് സ്ലീപ്പ് വെൽ എന്ന് സ്ട്രെസ് ചെയ്ത് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഷീ സ്ലീപ്സ് വെൽ. എന്തായാലും ഒരു എസ് അവിടെ വരണം. ഡസിൻ്റെ എസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്ലീപ്പിൻ്റെ കൂടെ എസ് ഇടണേ. ഷീ സ്ലീപ്സ് വെൽ. അപ്പോൾ ഹീ ഷീ ഇറ്റ് പാസ്റ്റ് ടെൻസിലല്ലാതെ വരുമ്പം പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ നമ്മൾ എസ് ഉള്ള ഫോം യൂസ് ചെയ്യണം. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എസ് ഉള്ള ഫോം ചോദ്യത്തിലും വേണം, ഡസ് വേണം, ഡു അല്ല അല്ലേ. വേർബിലും വേണം, സ്ലീപ്പ് അല്ല സ്ലീപ്സ്. പക്ഷേ ഡസ് ഉള്ളപ്പോൾ പിന്നെ നമ്മൾ സ്ലീപ്സ് എന്ന് പറയണ്ട കേട്ടോ. ഡസ്സിലൊരു എസ് ഇല്ലേ, അത് മതി. ഓക്കെ, ഞാൻ നന്നായി ഉറങ്ങാറുണ്ട്. എങ്ങനെ പറയും? ഐ സ്ലീപ്പ് വെൽ. അവൾ നന്നായി ഉറങ്ങാറുണ്ട്. ഷീ സ്ലീപ്സ് വെൽ. അവൻ നന്നായി ഉറങ്ങാറുണ്ട്. ഹീ സ്ലീപ്സ് വെൽ. അത് നമ്മുടെ വീട്ടിലൊരു പൂച്ചയുണ്ട്, അത് നന്നായി ഉറങ്ങാറുണ്ട്. ഇറ്റ് സ്ലീപ്സ് വെൽ. അവരാണെങ്കിലോ ദേ സ്ലീപ്പ് വെൽ. നിങ്ങൾ നന്നായി ഉറങ്ങാറുണ്ട്. യു സ്ലീപ്പ് വെൽ. നമ്മൾ നന്നായി ഉറങ്ങാറുണ്ട്. നമ്മൾ വി സ്ലീപ്പ് വെൽ. ഇപ്പം ഹീ ഷീറ്റിൻ്റെ കൂടെ എസ് വേണം കേട്ടോ, മറക്കരുത്. ഞാൻ ചോദ്യം ചോദിക്കാം, ആലോചിച്ച് പറയണം കേട്ടോ. അവന് മാങ്ങ ഇഷ്ടമാണോ എന്നെങ്ങനെ പറയും? ഇത് ഏത് ടെൻസാ? അവൾ മാങ്ങ കഴിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഡൂ ഡാസൊക്കെ വെച്ചിട്ട് ഇഷ്ടമാണോ എന്നൊക്കെ അതും ഈ ടെൻസിൽ തന്നെ പറയാം. ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ജനറലി ഇഷ്ടമാണോ എന്നല്ലേ. ഇങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് ഇഷ്ടങ്ങൾ, നമ്മൾ ചെയ്യാറുള്ള പ്രവൃത്തികൾ, അതൊക്കെ ഇങ്ങനെയാണ് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്ടം എന്ന് പറയാൻ ലൈക്ക്. അവന് മാങ്ങ ഇഷ്ടമാണോ എങ്ങനെ പറയും? അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഡുവോ ഡസോ വേണം. ഇവിടെ ഏതാ വരിക? അവൻ, എൻ്റെ കൂടെ എസ് ഉള്ള ഫോം ഡസ്. അപ്പോൾ ഡസ് ഹീ, അവനല്ലേ, ഡസ് ഹീ ഇഷ്ടമാണോ ലൈക്ക് എന്ത്? മാങ്ങ. ഇംഗ്ലീഷിൽ ഇഷ്ടമാണോ മാങ്ങ എന്ന് ചോദിക്കുമ്പം മാംഗോ ആണല്ലേ, മാങ്ങ അങ്ങനെ പറയരുത്. മാംഗോസ് പ്ലൂറിൽ വേണം ഇഷ്ടം പറയുമ്പോൾ എപ്പോഴും. ഡസ് ഹീ ലൈക്ക് മാംഗോസ് കേട്ടോ. ഡസ് ഹീ ലൈക്ക് മാംഗോ എന്ന് നമ്മൾ പറയാറേ ഇല്ല. അതിപ്പോൾ മാംഗോ മാത്രമല്ല, പൂച്ച ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണെങ്കിലും ഡസ് ഹീ ലൈക്ക് കാറ്റ്സ്, കാറ്റ് എന്ന് പറയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് മലയാളത്തിൽ നിന്ന് നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ മിസ്റ്റേക്കുകൾ വരുത്തും. അതിലൊന്നാണിത്. ഇതൊക്കെ ഞാൻ എൻ്റെ കോഴ്സിൽ ടിപ്പിക്കലായി എടുത്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ സമ്മതിക്കില്ല. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ പറയുക, പൂച്ച ഇഷ്ടമാണ്. അപ്പോൾ പൂച്ചകളെ ഇഷ്ടമാണോ എന്ന് എങ്ങനെ ചോദിക്കും? അങ്ങനെ പൂച്ചകളെ ഇഷ്ടമാണോ എന്ന് മാത്രമേ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാറുള്ളൂ, പൂച്ച ഇഷ്ടമാണോ ചോദിക്കാറില്ല. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ഓരോ നിയമങ്ങളില്ലേ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് തർജ്ജമ ചെയ്തുണ്ടാക്കിയ ഒരു ലാംഗ്വേജ് അല്ല. അപ്പോൾ അതിന് അതിൻ്റേതായ പ്രോപ്പർട്ടീസ് ഉണ്ടാവും അല്ലേ. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മാനിക്കുക, അത് പഠിക്കുമ്പം ആ റൂൾസ് ഫോളോ ചെയ്യാം. ഓക്കെ, മലയാളമായിട്ട് കുറേ സാദൃശ്യമുണ്ട്. അത് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ആവണം എന്നുള്ള ആ തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവരുത് കേട്ടോ. ഇംഗ്ലീഷ് വേറെ ഒരു ഭാഷയാണ്. അപ്പോൾ അവന് മാങ്ങ ഇഷ്ടമാണോ? ഡസ് ഹീ ലൈക്ക് മാംഗോസ്. അവന് മാങ്ങ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ അവന് ഹീ ഇഷ്ടമല്ല. ഡസിൻറ്റ് ലൈക്ക്, ലൈക്സ് അല്ല, ഡസിൻറ്റ് ലൈക്ക് മാംഗോസ്. അവന് മാങ്ങ ഇഷ്ടമാണെന്നേ സ്ട്രെസ് ചെയ്ത് പറയാം. അപ്പോൾ ഹീ ഡസ് ലൈക്ക് മാംഗോസ്. അവന് മാങ്ങ ഇഷ്ടമാണെന്ന് നോർമലായി പറയുകയാണെങ്കിൽ ഹീ ലൈക്സ്. അപ്പോൾ ഡസ് ഇല്ലല്ലോ അവിടെ, അപ്പോൾ എസ് വേണം. ഹീ ലൈക്സ് മാംഗോസ്. നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമാണോ എങ്ങനെ പറയും? നിങ്ങൾക്ക് വീട്ടിൽ ഒരാൾ വന്നപ്പോൾ നിങ്ങൾക്ക് ചോദിക്കണം, നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് അല്ലേ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ യുടെ കൂടെ ഡു വേണം. ഡു യു ലൈക്ക് മാംഗോസ്. എനിക്ക് മാങ്ങ ഇഷ്ടമല്ല. ഡു നോട്ട് കേട്ടോ. എനിക്ക് ഐ ഇഷ്ടമല്ല. ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് ലൈക്ക് മാംഗോസ്. ഐ ഡോണ്ട് ലൈക്ക് മാംഗോസ്. എനിക്ക് ഓറഞ്ചസ് ആണ് ഇഷ്ടം. ഐ
ലൈക്സ് അല്ല, ഐയുടെ കൂടെ ലൈക്ക്. ഐ ലൈക്ക് ഓറഞ്ചസ്. ഓക്കെ. അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ചോദിക്കും. സംസാരിക്കാറുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പൊതുവേ അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ, അവർ ചെയ്യുമോ എന്നുള്ള രീതി ചോദിക്കും. ശരിക്കും ആ സെൻറ്റൻസ് കേട്ടാൽ അവൾ ഭാവിയിൽ ചെയ്യുമോ എന്ന് തോന്നും അല്ലേ. അവൾ സംസാരിക്കുമോ, കുറച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, അവൾ ഇംഗ്ലീഷ് അവരോട് സംസാരിക്കുമോ എന്നല്ല ചോദിക്കുന്നത്. ജനറലി അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നല്ല ചോദിക്കുന്നത്. അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ചോദിക്കുമ്പം അത് പലർക്കും തെറ്റിപ്പോകും. അപ്പം ഈ മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ പലരും വിചാരിക്കും വില്ലൊക്കെ യൂസ് ചെയ്ത് പറയണ്ടേ, ഫ്യൂച്ചർ ടെൻസ് അല്ലേ എന്ന്. വേണ്ട. അവൾ ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? അവളത് പഠിച്ചിട്ടുണ്ടോ, അവൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നല്ലേ. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. അവർ എന്ന് പറയാൻ ദേ. അവരുടെ ചോദ്യം ചോദിക്കുമ്പോൾ ഡു ആണ് ഡസ് ആണ് വരിക. ഡു ദേ സംസാരിക്കുക. ഒരു ഭാഷ സംസാരിക്കുന്നതിന് സ്പീക്ക് എന്നാണ് പറയുക കേട്ടോ. കാരണം ടോക്ക് ഉണ്ട് സംസാരിക്കുക എന്നുള്ളതിന്, ടെൽ എന്ന് പറയുക എന്നുള്ളതിന്. ഇതൊന്നുമല്ല, ഒരു ഭാഷ സംസാരിക്കുമ്പോൾ സ്പീക്കാണ് പറയുക. ഡു ദേ ടോക്ക് ഇംഗ്ലീഷ് എന്ന് പറയരുത് കേട്ടോ. ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്. ഇതൊക്കെ സ്ഥിരം വരുന്ന തെറ്റുകൾ, അതാണ് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാം, അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ദേയുടെ കൂടെ ഡു അല്ല വരിക. അപ്പോൾ ഇല്ല എന്ന് പറയാൻ ഡു നോട്ട് ഓർ ഡോണ്ട്. ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ സംസാരിക്കും എങ്ങനെ പറയും? സ്ട്രെസ് ചെയ്ത് പറയുകയാണെങ്കിൽ ദേ ഡു സ്പീക്ക് ഇംഗ്ലീഷ്. അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യാണ്ട് സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ നാച്ചുറൽ കോൺവെർസേഷനിൽ പറയുകയാണെങ്കിൽ ദേ സ്പീക്ക് ഇംഗ്ലീഷ്. ദേ സ്പീക്സ് അല്ല, സ്പീക്ക്. ഹീ ഷീ ഇട്ട് വരുമ്പോഴേ സ്പീക്സ് വരുള്ളൂ. ദേ അല്ലേ. അപ്പോൾ ദേ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ. നീ ആ സിനിമ കണ്ടോ അതാണ് നമുക്ക് ചോദിക്കേണ്ടത്. നീ എന്ന് പറയുമ്പം യു. കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ചെയ്തോ, അത് മുമ്പ് ചെയ്തോ എന്ന് അറിയണം അല്ലേ. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എങ്ങനെ ചോദ്യം വരിക? ഡിഡ് വേണം. ഡിഡ് യു കാണുക. സീ എന്ത്? ദ മൂവി. ഡിഡ് യു സീ ദ മൂവി? ഞാൻ ആ സിനിമ കണ്ടില്ല എങ്ങനെ പറയും? മുമ്പ് ചെയ്തില്ല ഞാൻ അങ്ങനത്തെ കാര്യം. അപ്പോഴും പാസ്റ്റ് ടെൻസാ. ഞാൻ ഐ കണ്ടില്ല. ഡിഡ് നോട്ട് സീ അല്ലെങ്കിൽ ഡിഡൻറ്റ് സീ എന്ത്? ദ മൂവി. ഐ ഡിഡൻറ്റ് സീ ദ മൂവി. അവർ ആ സിനിമ കണ്ടു എങ്ങനെ പറയും? അവർ. ദേ സ്ട്രെസ് ചെയ്തൊന്നും പറയണ്ട, സിമ്പിളായി പറഞ്ഞാൽ മതി. അപ്പോൾ സിയുടെ പാസ്റ്റ് ടെൻസ് സോ. ദേ സോ എന്ത്? ആ പടം. ദ മൂവി. ആ പടം എന്ന് പറയാൻ ദ മൂവി എന്ന് പറയണേ. ദ വേണം. ഏത് പടമാണ് നമ്മൾ പറയുന്നതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയെങ്കിൽ, സംസാരിക്കുന്ന രണ്ടുപേർക്കും അറിയെങ്കിൽ ആ ദ എന്ന് വെച്ചിട്ട് ആ എന്നുള്ള വാക്ക് പറയാം. ദേ സോ ദ മൂവി. അവർ ആ പടം കണ്ടു. അവർ ആ പടം കണ്ടിരിക്കുക കേട്ടോ, ഉറപ്പില്ല. അങ്ങനെയാണെങ്കിലോ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ദേ സോ അല്ല വരിക, പകരം ദേ മൈറ്റ് ഹാവ്. സിയുടെ V3 സീൻ. ദേ മൈറ്റ് ഹാവ് സീൻ ദ മൂവി. ഓക്കെ, ക്ലിയർ ആയത്? കുറച്ചുകൂടെ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവും. മിക്സ്ഡ് ആയിട്ട് നമുക്ക് ഈ ടെൻസസ് വരുന്ന എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അവൻ ഇവിടെ ഉണ്ടോ എങ്ങനെ ചോദിക്കും? ഇസ് ഹീ ഹിയർ. അവൻ ഇവിടെ ഉണ്ട് എങ്ങനെ പറഞ്ഞു? ഹീ ഇസ് ഹിയർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇൻ ഹിയർ എന്നൊന്നും പറയരുത്, ജസ്റ്റ് ഹിയർ. ഇവിടെ അവിടെ എന്നൊക്കെ പറയാം, ഹിയർ ദെയർ എന്ന് മാത്രം മതി. ഹീ ഇസ് ഹിയർ അല്ലേ. ചോദ്യം ചോദിക്കുമ്പം ഇസ് ഹീ ഹിയർ. അവൻ ഇവിടെ ഉണ്ടോ? അവൻ മുകളിലത്തെ നിലയിലാണ് എങ്ങനെ പറയും? മുകളിലത്തെ നില അപ്പ് സ്റ്റേഴ്സ്. ഉണ്ട്, യെസ്. അവൻ മുകളിലത്തെ നിലയിലാണ്. ഹീ ഇസ് എവിടെയാ? അപ്പ് സ്റ്റേഴ്സ്. ഇസ് ഹീ ഹിയർ? യെസ്, ഹീ ഈസ് അപ്പ് സ്റ്റേഴ്സ്. അവൻ ഇന്നലെയാണോ വന്നേ? അതപ്പോൾ ഇത് ടെൻസ്. അത് ഇന്നലെ ആണോ വന്നത്? വന്നു കഴിഞ്ഞില്ലേ ഇന്നലെ? അപ്പോൾ ഏത് വാക്ക് ആദ്യം വരിക പാസ്റ്റ് ടെൻസിൽ? ഡിഡ്. അവൻ ഇന്നലെയാണോ വന്നത്? ഡിഡ് ഹീ വരിക. കം ഇന്നലെ. യെസ്റ്റർഡേ. ഡിഡ് ഹീ കം യെസ്റ്റർഡേ? ഇന്നലെയാണോ വന്നത് അവൻ? ഡിഡ് ഹീ കം യെസ്റ്റർഡേ? അവൻ ഇന്നലെ അല്ല വന്നത് എങ്ങനെ പറയും? അവൻ ഹീ ഇന്നലെ അല്ല എന്ന് പറയാൻ ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ്. ഹീ ഡിഡിൻറ്റ് കെയിം വരുമോ? ഇല്ല, കം. ഹീ ഡിഡിൻറ്റ് കം. ഡിഡില്ലേ, പിന്നെ വേറെ വേർബിനെ നമ്മൾ മാറ്റൊന്നും വേണ്ട. ഹീ ഡിഡിൻറ്റ് കം
ഇന്നലെ. യെസ്റ്റർഡേ, ഹി ഡിഡൻറ്റ് കം യെസ്റ്റർഡേ. അവൻ മിനിഞ്ഞാന്നാണ് വന്നത്. എങ്ങനെ പറയും? മിനിഞ്ഞാന്ന് പറയാൻ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഓക്കെ, അവൻ മിനിഞ്ഞാന്ന് വന്നു. അവൻ, ഹി വന്നു. കെയിം അല്ലേ, വന്നു എന്ന് പറയാൻ കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് കെയിം. ഹി കെയിം എപ്പോൾ? മിനിഞ്ഞാന്ന്, ഡേ ബിഫോർ യെസ്റ്റർഡേ. കേട്ടോ? ഇസ് ഹി ഹിയർ? അവനിവിടെ ഉണ്ടോ? യെസ്, ഹീസ് അപ്സ്റ്റേഴ്സ്, മുകളിലുണ്ട്. ഇന്നലെയാണോ വന്നേ? ഡിഡ് ഹി കം യെസ്റ്റർഡേ? അല്ല, ഇന്നലെ അല്ല വന്നേ. ഹി ഡിഡൻറ്റ് കം യെസ്റ്റർഡേ, മിനിഞ്ഞാന്നാണ് വന്നേ. ഹി കെയിം ഡേ ബിഫോർ യെസ്റ്റർഡേ. അപ്പോൾ വലിയൊരു പുള്ളി കേട്ടോ, വലിയൊരാളാണ് ഇവരുടെ വീട്ടിൽ വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു അസൂയ, നമ്മൾ പറയാം, മിനിഞ്ഞാന്നൊന്നും വന്നു കാണില്ല, ഇന്ന് രാവിലെ ആയിരിക്കും എത്തിയത്. ഇങ്ങനെ പറയും. ഉറപ്പുണ്ടോ നമുക്ക് ഇന്ന് രാവിലെ എത്തിയൊന്നും? ഇല്ല. ആയിരിക്കാം വന്നത്, ഇന്ന് രാവിലെ ആയിരിക്കാം വന്നത്. ഇപ്പോൾ വന്നു പാസ്റ്റ് ടെൻസിലാണ്, പക്ഷെ അങ്ങനെ ആവാം സംഭവിച്ചത്. ഏതാ ഉറപ്പില്ല. ഹി മൈറ്റ് ഹാവ്, കമ്മിൻ്റെ വീട്ടിൽ ഏതാ? കം തന്നെ. ഹി മൈറ്റ് ഹാവ് കം ഇന്ന് രാവിലെ. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ എന്ന് പറയാൻ ടുഡേ മോർണിംഗ് എന്നല്ല, ദിസ് മോർണിംഗ് എന്നാണ് പറയാം കേട്ടോ. ഹി മൈറ്റ് ഹാവ് കം ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ ആയിരിക്കും എത്തിയത്. പിന്നെ മിനിഞ്ഞാന്ന് എത്തിയത്. ഹി മൈറ്റ് ഹാവ് കം ദിസ് മോർണിംഗ്. ഓക്കെ, നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ കോൺവെർസേഷൻസിൽ യൂസ് ചെയ്താൽ നമുക്ക് സംസാരിക്കുമ്പോൾ സംഭവങ്ങളൊക്കെ വരും. നമുക്ക് ശരിയാക്കാം കേട്ടോ. ഇംഗ്ലീഷ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. എനിക്കറിയാം, ഞാൻ കുറേ ഇമെയിൽസൊക്കെ കിട്ടാറുണ്ട്. ജോലി സ്ഥലത്തൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്, ഇംഗ്ലീഷ് പറയാണ്ട് ജോലി പോകുന്നൊരവസ്ഥ. അതാണ് ഇപ്പോൾ ഈ അടുത്തിട്ട് കുറേ കിട്ടുന്നത്. കൂടുതലൊരു എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുക. കുറേ കാലമായിട്ട് ഞാൻ മിണ്ടാറില്ല, മിണ്ടാതെ നിൽക്കുകയാണ്. സംസാരിക്കാൻ അറിയുണ്ടാവും, പക്ഷെ മിണ്ടില്ല. ഈ ജോലിയുടെ സംബന്ധമായ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് മിണ്ടാറില്ല. അതുകൊണ്ട് തന്നെ ജോലി പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന്. പലപ്പോഴും ഗൾഫിലൊക്കെ വളരെ അധികം സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. ചെറിയ ചെറിയ ജോലിയായിരിക്കും, ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പ്രശ്നം കാരണം ഒരു കോഴ്സ് എടുക്കാനുള്ളൊരു ഇതില്ലാണ്ട് അവരുടെ ജോലി പോകാമെന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയ സങ്കടമുള്ള കാര്യമല്ലേ. കാരണം ചിലപ്പോൾ അയാളുടെ ജോലി കാരണമായിരിക്കും ആ കുടുംബം രക്ഷപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടങ്ങ് പഠിച്ചോളൂ. ഞാൻ എൻ്റെ മാക്സിമം ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കോഴ്സ് എടുക്കുന്നുണ്ട്, അത് വെച്ചിട്ട് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാറില്ല. സത്യം പറയാം, നന്നായിട്ട് കഷ്ടപ്പെട്ട് എല്ലാ അതിൻ്റെ വശങ്ങളും നോക്കിയിട്ട് ഞാൻ പഠിപ്പിക്കാറുള്ളൂ. കോഴ്സ് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടി നല്ല റിച്ചായിട്ട് നിങ്ങൾക്കൊരു കോഴ്സ് എടുക്കണമെങ്കിൽ എൻ്റെ കോഴ്സ് എടുക്കുക കേട്ടോ. അപ്പം കോഴ്സ് എടുത്താൽ മതി. നിങ്ങൾ ജോലിയൊക്കെ ആദ്യം നിങ്ങൾ സെക്യൂർ ആവട്ടെ, അതിനുള്ള കോഴ്സ് യൂട്യൂബിലൂടെ ഞാനിവിടെ ഇടാം. അപ്പം നിങ്ങൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം അല്ലേ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് കോഴ്സൊക്കെ എടുത്താൽ നിങ്ങൾക്കും കൂടുതൽ പഠിക്കാൻ പറ്റും, എനിക്കും നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കോഴ്സ് എടുക്കുക ഒരിക്കലും പറയില്ല കേട്ടോ. നിങ്ങൾ എടുക്കരുത്, അങ്ങനത്തെ സമയത്ത് കോഴ്സ് എടുക്കരുത്. യൂട്യൂബ് കണ്ട് പഠിക്കുക. സാമ്പത്തികമായിട്ട് മുന്നോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ മാത്രം എൻ്റെ കോഴ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ അവൾ, അടുത്ത ചോദ്യമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും മൈൻഡൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഓർത്തെടുക്കണമെന്ന് വീണ്ടും അല്ലേ. ആരും പുറകോട്ട് പോയി പഠിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, അവൾ മുട്ട കഴിക്കാറുണ്ടോ? ചിലരങ്ങനെ മുട്ട കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവൾ മുട്ട കഴിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും? വീട്ടിലേക്കൊരു ഫാമിലി വന്നതാണ്, അപ്പോൾ അവരുടെ കുട്ടി നോക്കിയിട്ട് അവൾ മുട്ട കഴിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും? രാവിലെ മുട്ടയും പുട്ട് വിട്ടൊരു കളി നമുക്കില്ല. പുട്ടും മുട്ടയാണ് രാവിലെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അവൾ കഴിക്കുമോ അറിയണം. അപ്പോൾ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ഭാവിയിൽ കഴിക്കുമോയെന്നല്ല, കഴിക്കാറുണ്ടോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മൾ മലയാളം അങ്ങനെ പറയും, നമ്മൾ അത് ശ്രദ്ധിക്കണേ. കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ കഴിക്കുമോ? ഞാൻ കഴിക്കുമോ എന്ന് തന്നെ പറയാം, നമ്മൾ അങ്ങനെയല്ല പറയാറ്. അവൾ മുട്ട കഴിക്കുമോ എങ്ങനെ പറയും? അവൾ, ഷീയുടെ കൂടെ അവൾ സ്ഥിരം ചെയ്യാറില്ല. ഇന്നലെ ചെയ്തോന്നല്ല, ഇന്നലെ മുട്ട കഴിച്ചോ എന്നുള്ള കാര്യമല്ല ചോദിക്കണേ, ചെയ്യാറുണ്ടോ. അപ്പോൾ അവളുടെ കൂടെ ഡസ് ഷീ കഴിക്കുക. ഈറ്റ് എഗ്സ്. ഡസ് ഷീ ഈറ്റ് എഗ്സ്. അത് മുട്ട എന്നല്ലേ പറഞ്ഞത്, മുട്ടകൾ നല്ലല്ലോ പറഞ്ഞതെന്നൊക്കെ ഇപ്പം ഇനിയിപ്പോൾ വീണ്ടും ആരെങ്കിലും പറയാനുണ്ടോ? സംശയം ഉണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടമാണ്, കഴിക്കാറുണ്ടെന്നൊക്കെ കാര്യങ്ങൾ പ്ലൂറലിൽ വെച്ച് പറയണം. ഡസ് ഷീ ഈറ്റ് എഗ്സ് കേട്ടോ. ഞാൻ പറഞ്ഞു ഷീ ലൈക്സ് കാറ്റ്സ്, യു ലൈക്ക് മാംഗോസ് എന്നൊക്കെ പറയുമ്പം നമ്മൾ പ്ലൂറൽ യൂസ് ചെയ്യണം. മാംഗോ എന്ന് യൂസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇപ്പം പറഞ്ഞില്ലേ, അതേ കാരണം കൊണ്ട് തന്നെ കഴിക്കാറുണ്ടോ മുട്ട എന്ന് പറയുമ്പോൾ മുട്ടകൾ എന്ന് ഇംഗ്ലീഷിൽ പറയണം. ഡസ് ഷീ ഈറ്റ് എഗ്സ്. അവൾ മുട്ട കഴിക്കാറില്ല കേട്ടോ. ഹൈഫൈ ആളാണ്, മുട്ടയൊന്നും കഴിക്കാറില്ല, വീഗനാണ്. അങ്ങനെയാണെങ്കിലോ എന്നുവെച്ചാൽ ആനിമൽസിനൊന്നും അതിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് വീഗൻസ്. അവർ അങ്ങനത്തെ മൃഗങ്ങളുടെ ഒരു സാധനം ഉപയോഗിക്കില്ല. മൃഗങ്ങൾ ലെതർ ഒന്നും ഉപയോഗിക്കില്ല, പാൽ ഉപയോഗിക്കില്ല, അങ്ങനെ മുട്ടയൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ അവൾ മുട്ട കഴിക്കാറില്ല. നിങ്ങൾക്ക് അറിയണ്ടാവില്ല, ഈ ജർമ്മനിയിൽ ഫുൾ വീഗൻസാണ്. ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു വീഗൻസ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്കൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല, മുട്ടയില്ലാത്ത സാധനം വേണം അല്ലേ. പക്ഷേ ഒരു പ്രകൃതിയല്ല, എന്താ പറയുക, നമ്മുടെ ചുറ്റുമുള്ള ആനിമൽസിനോടൊക്കെ ഭയങ്കര സ്നേഹം കൊണ്ടാണ് അവർ ചെയ്യണത്.
പക്ഷേ എനിക്ക് മുട്ട വേണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല വീഗൻസ്. വെജിറ്റേറിയൻ കുഴപ്പമില്ല, എന്നാലും പ്രോട്ടീൻ വേണ്ടേ. ഇപ്പോൾ കുറച്ച് ചിക്കനൊക്കെ കഴിക്കാം. ഈ ചിക്കനും മുട്ടയൊക്കെ വെജിറ്റേറിയൻ ആ ഗ്രൂപ്പിലേക്ക് പെടുത്തണം നമ്മളല്ലേ. ഞാൻ പറഞ്ഞത് അവൾ മുട്ട കഴിക്കാറില്ല. എങ്ങനെ പറയും? ഷീ ഡസ് നോട്ട്. ഷീ ഡസിൻ്റെ കൂടെ നോട്ട് വേണ്ടേ? ഷീ ഡസ് നോട്ട് ഈറ്റ്സ് എന്നാരെങ്കിലും പറഞ്ഞ അവിടെ ഈറ്റ്. ഷീ ഡസ് നോട്ട് ഈറ്റ്, അല്ലെങ്കിൽ ഷീ ഡസൻറ്റ് ഈറ്റ് എഗ്സ്. അവൾ മുട്ട കഴിക്കാറുണ്ട് എന്നാണെങ്കിൽ ഷീ ഈറ്റ്സ് എഗ്സ്. ഓക്കെ. അവൾ മുട്ട കഴിക്കാറില്ലേ അങ്ങനെ ചോദിക്കണമെങ്കിലോ? കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് ഷീ ഈറ്റ് എഗ്സ്. കഴിക്കാറില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡസിൻ്റെ കൂടെ നോട്ട് ഇടുക. അവിടെ ഡസ് നോട്ട് ഷീ എന്ന് പറയരുത്, ഡസിൻ ഷീ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ. ഡസ് നോട്ട് പറയണമെങ്കിൽ ഡസ് ഷീ നോട്ട്, ആ ഷീനെ ഇടയിൽ കയറണം. അത് ടെൻഷനല്ല, അത് വേണ്ട. ഡസിൻ്റെ എന്ന് പറഞ്ഞാൽ മതി. ഡസിൻ ഷീ ഈറ്റ് എഗ്സ്, കഴിക്കാറില്ലേ? ഡസിൻ ഷീ ഈറ്റ് എഗ്സ്. അവൾ കഴിക്കാറുണ്ടെന്ന് പറയണമെങ്കിലോ ഷീ ഈറ്റ്സ് എഗ്സ്. ഷീ ഈറ്റ്സ് എഗ്സ്. അപ്പോൾ പലപ്പോഴും കിട്ടുന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ അവൾ ചെയ്യാറുണ്ടോ, പോകാറുണ്ടോ, കഴിക്കാറുണ്ടോ എന്നുള്ള സെൻറ്റൻസുകളല്ലേ ഇങ്ങനത്തെ വരിക. റുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പഠിക്കരുത് കേട്ടോ. അങ്ങനെ ഒരിക്കലും പഠിക്കരുത്. കാരണം അടുത്ത സെൻറ്റൻസാണ്, സൂര്യൻ കിഴക്കാണോ ഉദിക്കുന്നത്, എങ്ങനെ പറയും? അപ്പോൾ ഇതും ഇതേപോലെ തന്നെയാണ്. പക്ഷേ സൂര്യൻ കിഴക്ക് ഉദിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ എനിക്ക്? അപ്പോൾ അടി വരില്ലേ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ? ഇങ്ങനെയാണോ മലയാളം പറയാമെന്ന് അല്ലേ? അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ, സ്ഥിരം ചെയ്യുന്ന പ്രവർത്തിക്ക് ചെയ്യാറുണ്ടോ, പല്ല് തേക്കാറുണ്ടോ, കുളിക്കാറുണ്ടോ. മലയാളത്തിൽ പലപ്പോഴും കുളിക്കുമോ, നീയൊക്കെ കുളിക്കുമോ എന്നൊക്കെ ചോദിക്കാറില്ല. അതിനർത്ഥം നീ കുളിക്കാറുണ്ടോ എന്നല്ലേ. സൂര്യൻ കിഴക്ക് ഉദിക്കാറുണ്ടോ എന്ന് ആരെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? പലരും അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ പറയണേ. ഇങ്ങനെ റുണ്ടോ എന്ന് വരുമ്പോഴല്ലേ ഡുവോ ഡസോ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ പഠിക്കരുത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പല സ്ഥലത്തും സ്റ്റക്കാവും. അതിൻ്റെ ആശയം ഉൾക്കൊള്ളണം. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ ഹാബിറ്റ്സ്, ഇന്നലെ ഇന്നും നാളെയും നടക്കാൻ ചാൻസ് ഉള്ളതായ കാര്യങ്ങൾ അല്ലേ. പല്ല് തേക്കുക എല്ലാ ദിവസവും നടക്കുന്നത്, ഇന്നലെയും ചെയ്തു ഇന്നും ചെയ്യില്ലേ, നാളെയും ചെയ്യണം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡു ഡസ് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞു പോയത് മാത്രമാണെങ്കിൽ ഡിഡ്. സൂര്യൻ പടിഞ്ഞാറാണോ ഉദിക്കുന്നത്, അങ്ങനെ പറയും. ഡസ് സൂര്യൻ എന്ന് പറയുമ്പോൾ ദ സൺ എന്ന് പറയാം. ഒറ്റ ആളല്ലേ ഉള്ളൂ സൺ, നമ്മുടെ പ്രിയപ്പെട്ട സൺ സൂര്യൻ. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യമേ കഷ്ടമല്ല. അപ്പോൾ ദ സൺ കേട്ടോ. ആരാ സൺ എന്ന് എല്ലാവർക്കും അറിയാം. ഡസ് ദ സൺ എന്താ പറയുക, ആ വാക്കെന്താണ്? ഉദിക്കുക, റൈസ്. ഡസ് ദ സൺ റൈസ്, പടിഞ്ഞാറ്. ഇൻ ദ വെസ്റ്റ്, ഈ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അല്ലേ, ഈ ഡയറക്ഷൻസ് പറയുമ്പോൾ നമ്മൾ ദ ചേർക്കണം. ചേർത്തില്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിന് എന്തോ കുഴപ്പമുണ്ടെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഓക്കെ. ഡസ് ദ സൺ റൈസ് എവിടെ? ഇൻ ദ വെസ്റ്റ്. സൂര്യൻ പടിഞ്ഞാറാണോ ഉദിക്കുന്നത്? ഡസ് ദ സൺ റൈസ് ഇൻ ദ വെസ്റ്റ്? അല്ല, സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. എങ്ങനെ പറയാം? നോ, ദ സൺ ഉദിക്കുക, റൈസ്. അവിടെ റൈസ് മതിയോ? സൺ എത്ര ആളുണ്ട്? ഒരാൾ അല്ലേ. ഹീ അല്ലെങ്കിൽ ഷീ പോലത്തെ ഒരാളല്ലേ സൺ. അപ്പോൾ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. നോ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കൺഫ്യൂഷൻ വരാനുള്ള ചാൻസാണ് ഈ രണ്ട് സെൻറ്റൻസുകൾ. ഇസ് ഹീ ഹിയർ, ഡസ് ഹീ കം ഹിയർ. എന്താ ഇതിൻ്റെ വ്യത്യാസം? ഇപ്പോൾ ഡിഡ് ഹീ കം ഹിയർ, ഇത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഇസും ഡസും തമ്മിലാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക അല്ലേ. അവൾ കരഞ്ഞോ, എങ്ങനെ പറയും? കരഞ്ഞോ, ഡിഡ് വേണം. ഡിഡ് അല്ലേ, കരഞ്ഞു കഴിഞ്ഞാണോ അല്ലേ, കരയാറുണ്ടോന്നല്ലല്ലോ, കരഞ്ഞു കഴിഞ്ഞോ. ഡിഡ് അവൾ, ഷീ കരയ്, ക്രൈ. ഡിഡ് ഷീ ക്രൈ, അവൾ കരഞ്ഞോ അല്ലേ. ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയിരുന്നു, കരഞ്ഞോ അവൾ. ഡിഡ് ഷീ ക്രൈ അല്ലേ. അവർ കരഞ്ഞോ, അങ്ങനെയാണെങ്കിലോ ഡിഡ് ദേ ക്രൈ അല്ലേ. അവൾ കരയാറുണ്ടോ എന്ന് ചോദിക്കും. ഡസ് ഷീ ക്രൈ അല്ലേ. അവർ കരയാറുണ്ടോ? ഡു ദേ ക്രൈ അല്ലേ. ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ്, ചെയ്യാറുണ്ടോയെന്നാണെങ്കിൽ ഡുവോ ഡസോ അല്ലേ. ഹിയോ ഷിയോ ഇറ്റോ അയാളുടെ പേരോ ആണെങ്കിൽ ഡു. കുറേ പേരുണ്ടെങ്കിലും ഐ യു ദേവിയൊക്കെ ആണെങ്കിൽ ഡു. ഇത് വലിയ കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. പക്ഷേ എസ്സും ആറൊക്കെ വരുമ്പോഴാണ് ടെൻഷൻ വരിക. ഞാനത് ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, തമാശയൊന്നുമില്ല കേട്ടോ. അവൻ വണ്ടി കെയർഫുള്ളായിട്ടാണ് ഓടിക്കാറ്. കെയർഫുള്ളായിട്ട്, കെയർഫുള്ളി എന്ന് പറയും.
കെയർഫുള്ളി ആണോ ഓടിക്കാറ്? അപ്പോൾ എങ്ങനെ വരിക? ഇന്നലെയും ഇന്നും നാളെയൊക്കെ ചെയ്യാറുള്ള കാര്യം അത്. അപ്പോൾ ഡസ് ഹീ, അവൻ, ഹീ അല്ലെ, അവൻ അല്ലെങ്കിൽ അയാൾ, ഹീ, ഡസ് ഹീ എന്ത് ചെയ്യുന്നത്? ഡ്രൈവ് കെയർഫുള്ളി. ഡസ് ഹീ ഡ്രൈവ് കെയർഫുള്ളി അല്ലേ? അങ്ങനെ ചോദിക്കാം. അവൻ കെയർഫുൾ ആണോ അങ്ങനെ ചോദിക്കണമെങ്കിലോ അവിടെ ഡസ് ഉണ്ടോന്നും വേണ്ട. അവൻ ഇങ്ങനെയാണോ, അവൻ്റെ ഒരു പ്രകൃതി ഇങ്ങനെയാണോ, കെയർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണോ? വണ്ടി ഓടിക്കുമ്പോൾ മാത്രമല്ല, ജനറലി ചിലപ്പോൾ വണ്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലരൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ എത്ര ആക്സിഡൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കെയർഫുൾ ആണോ? നമ്മുടെ ഡ്രൈവർ ഒരു പാവമുണ്ട്, അയാളെ നോക്കിയിട്ട് പറയണം അവൻ കെയർഫുൾ ആണോ അങ്ങനെ ചോദിക്കും. അവിടെ അവൻ വണ്ടി ഓടിക്കുക എന്നുള്ളത് ഉണ്ടെങ്കിലും നമ്മൾ എടുത്ത് പറയുന്നില്ല, അവൻ കെയർഫുൾ ആണോ. അപ്പം അവനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈസ് ഹീ കെയർഫുൾ. കണ്ടോ, അവിടെ ഡസ് വന്നില്ല. ഡസ് വന്നത് എപ്പോഴാണ്? ഡസ് ഹീ ഡ്രൈവ്, അവൻ്റെ പ്രവൃത്തി അവിടെ വന്നപ്പം. അവൻ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇസ് ഹീ കെയർഫുൾ. കേട്ടോ, കെയർഫുള്ളി എന്നല്ല, ഇസ് ഹീ കെയർഫുൾ. അവൻ്റെ പ്രകൃതം കെയർഫുൾ ആയിട്ടുള്ള ഒരാളാണോ, ഇസ് ഹീ കെയർഫുൾ. മനസ്സിലായോ? വണ്ടി ഓടിക്കുന്ന എങ്ങനെയാ? കെയർഫുള്ളി. അവനൊരു കെയർഫുൾ ഡ്രൈവർ ആണോ, അതെങ്ങനെ പറയും? ഇസ് ഹീ ഒരു എ കെയർഫുൾ ഡ്രൈവർ, ഇസ് ഹീ എ കെയർഫുൾ ഡ്രൈവർ. അപ്പോൾ അതും അവനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ്. പക്ഷെ അവൻ ഓടിക്കുക എന്നുള്ള വാക്ക് വന്നപ്പോൾ അവിടെ എന്ത് ഉപയോഗിച്ചു? ഡസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ ഇങ്ങനെയാണോന്ന്. അപ്പോൾ ഇതും ചിലരാണോ എന്ന് പറയുമ്പോൾ എസ്, ചെറിയ പലപ്പോഴും എസ് ആറാണ് ആണോ എന്ന് വരുമ്പോൾ വരിക. കാരണം ആവുക എന്നുള്ള വേർബാണല്ലോ ബി. പക്ഷേ അങ്ങനെ പഠിച്ചാലും അബദ്ധം വരും, ഇടയ്ക്ക് വരും. ഞാൻ വന്നിട്ടുള്ള സെൻറ്റൻസുകൾ കാണാറുണ്ട്. കാരണം എല്ലാ സെൻറ്റൻസുകളും അങ്ങനെയല്ല വരിക. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, അയാളെ ആണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലേ? ഇസ് ഹീ കെയർഫുൾ. അയാൾ ഓടിക്കുന്നത്, അപ്പോൾ ഓടിക്കുക എന്നുള്ള വേർബ് വരുമ്പം ഡസ് ഹീ ഡ്രൈവ് കെയർഫുള്ളി. ഇത് എളുപ്പമല്ലേ ടെക്നിക്ക്? നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അവർ പാട്ടുകാരാണോ എങ്ങനെ പറയും? അവർ എന്ന് പറയാൻ ദേ. ദേയുടെ കൂടെ ആരാ വരിക? ഓർമ്മയുണ്ടോ? ആർ അല്ലേ? ഡു അല്ലേ വരിക എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. അവർ ഇങ്ങനെയാണോ എന്നാണ് ചോദിക്കണേ. മനസ്സിലായോ? അവർ പാടുന്നത് ഇങ്ങനെയാണോ എന്നല്ല ചോദിച്ചേക്കണേ. പാടുക എന്നൊരു വേർബിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അവരിങ്ങനെയാണോ, അവരുടെ പ്രൊഫഷണൽ സിംഗേഴ്സ് എന്നതാണോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ബി വരുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത്, നമ്മുടെ പ്രൊഫഷൻ, നമ്മൾ ഇന്ന സ്ഥലത്താണോ, നമ്മുടെ സ്റ്റേറ്റ് അല്ലേ, ഹംഗ്രി ആണോ, ടയേർഡ് ആണോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ബിയുടെ ഫോം ആദ്യം ചോദ്യം ചോദിക്കുമ്പോൾ വരേണ്ടത് അല്ലേ. ഇപ്പോൾ പ്രൊഫഷനാണ് അവർ, അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, അവരെ വിശേഷിപ്പിക്കുന്ന കാര്യമാണ് പാട്ടുകാർ. അപ്പോൾ ആർ ദേയുടെ കൂടെ ആർ ദേ സിംഗേഴ്സ്. അവർ പാടുമോ എന്ന് ചോദിക്കണമെങ്കിലോ അപ്പം എന്താ ഞാൻ ചോദിക്കണേ? അവരുടെ പ്രവൃത്തി, അവർ പാടുക എന്നൊരു പ്രവൃത്തി ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കണേ. അപ്പോൾ ഡു ദേ സിങ്. ആ വ്യത്യാസം മനസ്സിലായോ? ഡു ദേ ആ പ്രവൃത്തിയാണ് വന്നത് സിങ്. മനസ്സിലായോ? സിംഗർ എന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയാണ്. ആർ ദേ സിംഗേഴ്സ്, ഡു ദേ സിങ്. ഓക്കെ, ഇത് കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കിട്ടും. അവർ സിംഗേഴ്സ് ആയിരുന്നു എന്ന് ചോദിക്കണമെങ്കിലോ വേർ, ആർ മാറി പാസ്റ്റിൽ വേർ ദേ സിംഗേഴ്സ്. പാട്ടുകാരായിരുന്നോ? വേർ ദേ സിംഗേഴ്സ്. അവർ പാടിയോ എന്ന് ചോദിക്കണമെങ്കിലോ അവർ ചെയ്ത് കഴിഞ്ഞോ ആ പ്രവൃത്തി എന്ന് അറിയേണ്ടത്. അപ്പോൾ പാടുക എന്ന പ്രവൃത്തി അവർ ചെയ്തോ, അപ്പോൾ ഏതാ വരിക? ഡിഡ് ദേ സിങ്. കണ്ടോ, ആ 4 സെൻറ്റൻസും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാം. അവൻ ടയേർഡ് ആണോ എങ്ങനെ പറയും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്രയോ നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ കണ്ടതാണ്. അവൻ, ഹീയുടെ കൂടെ ആരാ വരിക? ഇസ് ഹീ ടയേർഡ്. ഇസ് ഹീ ടയേർഡ്. അവനെ കണ്ടിട്ട് ടയേർഡ് ആണോ? അപ്പോൾ അവിടെ കാണുക എന്നുള്ള പ്രവൃത്തിയുണ്ട്, കാണുക, ലുക്ക്. അപ്പോൾ അവൻ ഹീ അല്ലേ, ഹീയുടെ കൂടെ എന്താ വരിക? ഡസ് ഹീ ലുക്ക് ടയേർഡ്. കാണുമ്പോൾ അവൻ ടയേർഡാണോ? ഡസ് ഹി ലുക്ക് ടയേർഡ്. എന്നുവെച്ചാൽ നിങ്ങൾ അവർ നോക്കുമ്പോൾ അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടോയെന്ന്. ഡസ് ഹി ലുക്ക് ടയേർഡ്. ഇസ് ഹി ടയേർഡ്. കണ്ടോ, ആ ലുക്ക് എന്നുള്ള വേർബ് അവിടെ വന്നില്ലെങ്കിൽ നമ്മൾ ഇസ് ഹി ടയേർഡ് എന്ന് പറയാം. ലുക്ക് എന്നുള്ള വേർബ് വന്നുകൊണ്ട് നമ്മൾ ഡസ് എന്ന് ഉപയോഗിക്കണം. കണ്ടോ, ഒരു കേക്ക് കൊണ്ടുവന്ന് ബർത്ത്ഡേക്ക്, നിങ്ങൾക്ക് നട്ട്സ് അലർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക കേക്കിൽ നട്ട്സ് ഉണ്ടോ, ഈ കേക്കിൽ നട്ട്സ് ഉണ്ടോ? അപ്പോൾ ഉണ്ടാവുക കണ്ടെയ്ൻ ചെയ്യുക. അപ്പോൾ എന്താ പറയുക? കണ്ടെയ്ൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഡുവോ ഡസോ വേണം. ദ കേക്ക് ഒറ്റണ്ണല്ലോ. അപ്പോൾ ഡസ് ദ കേക്ക് കണ്ടെയ്ൻ നട്ട്സ്. ഡസ് ദ കേക്ക് കണ്ടെയ്ൻ നട്ട്സ്.
കേക്ക് നട്ട് ഫ്രീ ആണോ, നട്ട് ഫ്രീ കേക്ക്സ് എന്നൊക്കെ പറയാം, ഷുഗർ ഫ്രീ കേക്ക് എന്നൊക്കെ പറയില്ല, അത് നട്ട് ഫ്രീ കേക്ക് ആണോ എന്ന് ചോദിക്കണമെങ്കിലോ കേക്കിന് വിശേഷണോ, അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ ഇസ് ദ കേക്ക് നട്ട് ഫ്രീ, കണ്ടോ, ഇസ് ഷീ എ സിംഗർ, ഇസ് ദ കേക്ക് നട്ട് ഫ്രീ, കേട്ടോ. ഡസ് ദ കേക്ക് കണ്ടെയ്ൻ നട്ട്സ്, ആ കണ്ടെയ്ൻ എന്നുള്ള വേർബ് വന്നപ്പോൾ നമ്മൾ ഡസ് ഉപയോഗിച്ചു. അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇനിയും കിട്ടും. സൂപ്പ് ഉപ്പുള്ളാണോ ഭയങ്കര സോൾട്ടി ആണോ എന്ന് ചോദിക്കണം. ഞാൻ ചോദിക്കും സൂപ്പ് സോൾട്ടി ആണോ, സൂപ്പിൻ്റെ പേര് വിശേഷണമാണത്. അപ്പോൾ സൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു സാധനമല്ല. അപ്പോൾ ഇസ് ദ സൂപ്പ് സോൾട്ടി അല്ലേ. ഇസ് ഷീ ടയേർഡ് പോലെ, അവിടെ അവൾക്ക് പകരം സൂപ്പാണ്, ടയേർഡ് പകരം സോൾട്ടിയാണ്. ഇസ് ദ സൂപ്പ് സോൾട്ടി. സൂപ്പ് ടേസ്റ്റ് ചെയ്യുമ്പോൾ സോൾട്ടി ആണോ, ടേസ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ വേർബ് മാറിയപ്പോൾ ഡസ് ദ സൂപ്പ് ടേസ്റ്റ് സോൾട്ടി. ടേസ്റ്റ് ചെയ്യുമ്പോൾ അതെ, വെറുതെ സോൾട്ടി ആണോ എന്നല്ല, ടേസ്റ്റ് ചെയ്യുമ്പോൾ സോൾട്ടി ആണോ. ഡസ് ദ സൂപ്പ് ടേസ്റ്റ് സോൾട്ടി. ഡസ് ഹി ലുക്ക് ടയേർഡ് പോലെ, നോക്കുമ്പോൾ കാണുമ്പോൾ അവൻ ടയേർഡാണോ, ടേസ്റ്റ് ചെയ്യുമ്പോൾ സോൾട്ടി ആണോ. ഡസ് ദ സൂപ്പ് ടേസ്റ്റ് സോൾട്ടി. അവൻ ഡോക്ടറാണോ, പ്രൊഫഷൻ പറയുമ്പം ഇസ് ഹീ എ ഡോക്ടർ അല്ലേ, ഇസ് ഹീ എ ഡോക്ടർ. അവൻ ഡോക്ടറായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് വേർബ് വർക്കാണ്. അപ്പോൾ ഡസ് ഹീ വർക്ക് ഡോക്ടറായിട്ട് ആസ് എ ഡോക്ടർ, ഡസ് ഹീ വർക്ക് ആസ് എ ഡോക്ടർ. അവൻ ഡോക്ടറാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഹീ എ ഡോക്ടർ. അവൻ ഡോക്ടറായിട്ടാണോ വർക്ക് ചെയ്യുന്നത് അല്ലേ, അപ്പോൾ ഡസ് ഹീ വർക്ക് ആസ് എ ഡോക്ടർ. അവർ നല്ല കുക്സ് ആണോ, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ നല്ല കുക്സ് ആണോ എന്ന് എങ്ങനെ പറയാം. അവർ എന്ന് പറയുമ്പോൾ ആർ ദേ നല്ല കുക്സ്, ഗുഡ് കുക്സ്, ആർ ദേ ഗുഡ് കുക്സ്, നന്നായി ഭക്ഷണം പാചകം ചെയ്യുന്നവരാണോ അവർ, ആർ ദേ ഗുഡ് കുക്സ്. അപ്പോൾ അവിടെ ഭക്ഷണം പാചകം ചെയ്യാന്നുള്ള പ്രവൃത്തി വന്നില്ലേ, ഇല്ല, അവരുടെ വിശേഷണമാണ് ഗുഡ് കുക്ക്. അവർ കുക്കാണോ എന്ന് പറയില്ലേ, അവരുടെ പ്രൊഫഷൻ അവർ കുക്കാണോ, അത് മതി. ഇസ് ഹീ എ ടീച്ചർ പോലെ, ഇസ് ഹീ എ ഗുഡ് കുക്ക്. ആ കുക്കിനെ ഒന്ന് വിശേഷിപ്പിച്ചു, നല്ല കുക്കാണ്, ഗുഡ് ടീച്ചർ എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ, അതുമാതിരി ഇസ് ഹീ എ ഗുഡ് കുക്ക്. അങ്ങനെയല്ല നമ്മൾ ആ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നേ. അവൻ നന്നായിട്ട് പാചകം ചെയ്യുമോ, എന്ത് ചെയ്യുമോയെന്ന്, പാചകം ചെയ്യുമോ, അപ്പം പ്രവൃത്തി പാചകമായി അവിടെ. അപ്പോൾ എന്ത് പറയും, ഡസ് ഹീ കുക്ക് വെൽ, അവർ നന്നായി കുക്ക് ചെയ്യോ, ഡു ദേ കുക്ക് വെൽ. മനസ്സിലായോ? ഈ സെൻറ്റൻസുകളിൽ നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തേ പറ്റും. ഈ വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ വീഡിയോ കാരണം ഡൂവും ഡസും ഡിഡൊക്കെ ഇസ്സും ഒക്കെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നല്ല തറോ ആയിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമൻറ്റിൽ ചോദിച്ചോളൂ. കുറേ കോമൻറ്റ്സ് വരാറുണ്ട്, ഞാൻ എൻ്റെ പരമാവധി ഇരുന്ന് ഉത്തരം പറയാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റ് ആയാലും ഞാൻ മറുപടി തരും കേട്ടോ. ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വരും കേട്ടോ, ഡോണ്ട് വറി. അപ്പോൾ ഐ യു ദേ വി ഉപയോഗിക്കുമ്പോൾ ഡു അല്ലേ. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്ത് പറയും, അവിടെ ഹാവ് എന്നുള്ള ആണ് വേർബ് വരിക. നമ്മൾ ഓടുക എന്ന് ചോദിക്കുമ്പോൾ റൺ അല്ലേ വേർബ്, അപ്പോൾ ഉണ്ടാവുക ഹാവ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ കീസ് ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ആ സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടാവുക എന്നുള്ള വേർബാണ് ഹാവ്. അപ്പോൾ നമ്മൾ വീട് കൂടാതെ വരിക. ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിലുള്ളതാ, ഉണ്ടായിരുന്നോ എന്നല്ല ചോദിക്കണം, ഉണ്ടോ. ഡു വി ഉണ്ടോ, ഹാവ് എന്ത് കീസ്, ദ കീസ്. ഡു വി ഹാവ് ദ കീസ്. നമ്മുടെ കയ്യിൽ കീസ് ഇല്ല എന്നാണെങ്കിൽ നമ്മൾ വി ഇല്ല. ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് എന്ത് ഉണ്ടാവുന്നില്ല, ഹാവ് വി ഡു നോട്ട് ഹാവ്. ഇല്ല എന്ന് പറയാൻ ഡോണ്ട് ഹാവ് അല്ലേ, ഉണ്ട് എന്ന് പറയാൻ വി ഹാവ്, ഇല്ല എന്ന് പറയാൻ വി ഡോണ്ട് ഹാവ് എന്ത് ദ കീസ്. വി ഡോണ്ട് ഹാവ് ദ കീസ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ കീസ് ഉണ്ടോ, ഡു വി ഹാവ് ദ കീസ്. നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ, അത് എന്നല്ലേ പറയുള്ളൂ. ശരിക്കും അത് എന്നല്ല, ആവാന്നാണ് പറയേണ്ടത്. കീസ് എന്ന് വെച്ചാൽ പലതില്ലേ, കീ എന്ന് വെച്ചാൽ ഒരെണ്ണം. അപ്പോൾ വി ഡോണ്ട് ഹാവ് ദെം അങ്ങനെ പറയാം. വി ഡോണ്ട് ഹാവ് ദെം. അവ നമ്മുടെ കയ്യിലില്ല, വി ഡോണ്ട് ഹാവ് ദെം. അവളുടെ കയ്യിലുണ്ടത് അവൾ, ഷീ. അപ്പോൾ ഡു വി ഹാവ് ദ കീസ് പോലെ ഡു ഷീ അല്ലല്ലോ, ഡസ് ഷീ ഹാവ് ദെം. അവളുടെ കയ്യിലുണ്ടോ അത്, ഡസ് ഷീ ഹാവ് ദെം അല്ലേ. നമ്മുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു, അപ്പോൾ അവളുടെ കയ്യിലുണ്ടോ, ഡസ് ഷീ ഹാവ് ദെം. അവളുടെ കയ്യിലില്ല, അത് പറയാം ഷീ ഡസ് നോട്ട് ഹാവ് അല്ലെങ്കിൽ ഷീ ഡസിൻറ്റ് ഹാവ് ദെം. അവളുടെ കയ്യിലില്ല. ഓക്കെ,
നിൻ്റെ ബാഗിലാണോ അതുള്ളത്? ബാഗിലൊന്ന് നോക്കുമെന്നുള്ളതില്ല. നിൻ്റെ ബാഗിലുണ്ടോ അത്? അത് നല്ല അവ. ആർ ദേ കീസ്? ആർ ദേ നിൻ്റെ ബാഗിൽ? ഇൻ യുവർ ബാഗ്? ആർ ദേ ഇൻ യുവർ ബാഗ്? അപ്പം എന്താ അവിടെ ദെം വരാതിരുന്നത്? ദേ പറഞ്ഞേ. അപ്പം അവ എന്ന് പറഞ്ഞപ്പോൾ ദെം അല്ല അവിടെ വന്നേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവ തന്നെ രണ്ടായിട്ട് വരാം. അവളുടെ കയ്യിൽ അവയുണ്ടോ? അപ്പോൾ ഷീ ഹാവ് ദെം. അപ്പം അവിടെ സബ്ജക്റ്റ് ഷീ അല്ലേ? ഡസ് ഷീ ഹാവ് ദെം? അപ്പോൾ ആരുടെ കയ്യിലുള്ളത്? അവളുടെ കയ്യിൽ. എന്താ ഉള്ളത്? അത്, അവ. അപ്പോൾ എന്താണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവ എന്ന് പറയുമ്പോൾ ദെം വരണം. പക്ഷേ അവ നിൻ്റെ ബാഗിലുണ്ടോ? അവ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റായി ഇവിടെ അല്ലേ? മെയിൻ ആൾ ആരാ? ഷീ അല്ല, അവ നിൻ്റെ ബാഗിലുണ്ടോ? അവ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റായി വരുമ്പോൾ ദേ. ആർ ദേ ഇൻ യുവർ ബാഗ്? കേട്ടോ. അവ എൻ്റെ ബാഗിലില്ല. എങ്ങനെ പറയും? നോ ദേ ആറിൻറ്റ്. അവ എൻ്റെ ബാഗിലില്ല. ദേ ആർ ഇൻ മൈ ബാഗ്. ഇത് ഇല്ല എന്ന് പറയണം. ദേ ആറിൻറ്റ് ഇൻ മൈ ബാഗ്. അതാണോ നിൻ്റെ ബാഗ്? എങ്ങനെ പറയും? അത് നിൻ്റെ ബാഗാണോ? അത് നിൻ്റെ ബാഗാണ്. എങ്ങനെ പറയും? കാണിച്ചിട്ടേ, അത് നിൻ്റെ ബാഗാണ്. ചൂണ്ടിക്കാണിച്ചത് നീല സാധനം കണ്ടോ അവിടെ തൂങ്ങി കിടക്കണം? അത് നിൻ്റെ ബാഗാണ്. ദാറ്റ്, അത്. അടുത്തിരിക്കുകയാണെങ്കിൽ ദിസ്, ദൂരേക്കാണെങ്കിൽ ദാറ്റ്. ദാറ്റ് ഇസ് യുവർ ബാഗ്. അതാണ് നിൻ്റെ ബാഗ്. ദാറ്റ് ഇസ് യുവർ ബാഗ്. അടുത്തിരിക്കുകയാണെങ്കിൽ ദിസ് ഇസ് യുവർ ബാഗ്. അതാണോ നിൻ്റെ ബാഗ് ചോദിക്കണമെങ്കിൽ ദാറ്റ് ഇസ് തിരിച്ചിടണം. ഇസ് ദാറ്റ് യുവർ ബാഗ്? അത് നിൻ്റെ ബാഗാണോ? ഇസ് ദാറ്റ് യുവർ ബാഗ്? അപ്പോൾ ഇവിടെയും നമ്മൾ ഇസ് വെച്ചാൽ പറയണേ കേട്ടോ. ഇത് ഇങ്ങനെയാണ്, ഇത് നിൻ്റെ ആണ്. ദിസ് ഈസ് യോസ്. ഇത് നിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് യോസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ദിസും ദാറ്റും വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പം ആദ്യം നമ്മൾ ചോദിക്കുകയാണ്, അത് നിൻ്റെ ബാഗാണോ? ഇസ് ദാറ്റ് യുവർ ബാഗ്? അതെ എന്ന് പറയാൻ യെസ് ഇറ്റ് ഈസ്. യെസ് ഇറ്റ് ഈസ് മൈ ബാഗ് എന്ന് മുഴുവൻ പറയണ്ട, പറഞ്ഞാലും കുഴപ്പമില്ല. യെസ് ഇറ്റ് ഈസ് അത്രേ പറയാം. ഓക്കെ, ഹോംവർക്ക് തരട്ടെ, ചെയ്യണേ. ഒരു കോൺവെർസേഷനാണ്, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നോ? വീട്ടിൽ വന്ന അതിഥികളെ നമുക്ക് അവർ പോണതിന് മുമ്പ് എന്തോ ഒരു കാര്യം നമുക്ക് പുറത്തേക്ക് പോകണമെന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം വന്നിട്ട് ചോദിക്കുക, അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നോ? ഇല്ല, അവർക്ക് കാർ ഉണ്ടായിരുന്നു. ഉണ്ടാവുക ഹാവ്. ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ്. അവർക്ക് കാർ ഉണ്ടായിരുന്നു. അവർ ചോക്ലേറ്റ്സ് കഴിച്ചു. ദേ എയ്റ്റ് ചോക്ലേറ്റ്സ്. അപ്പോൾ അതുമാതിരി അവർക്ക് കാർ ഉണ്ടായിരുന്നു. ദേ എയ്റ്റിന് പകരം ഇവിടെ ഉണ്ടാവുക ഹാവ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ്. അവർക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. നീല കാറായിരുന്നോ? നീല കാറാണ് എന്ന് പറയാൻ, നീലക്കാറായിരുന്നു എന്ന് പറയാൻ. അപ്പോൾ നീലക്കാറായിരുന്നോ എന്ന് ചോദിക്കാൻ എന്തായിരിക്കും? എനിക്ക് കൃത്യമായിട്ട് ക്ലിയറായിട്ട് ഓർമ്മയില്ല. ഓർമ്മയുണ്ടാവുക റിമെമ്പർ. ഞാൻ ക്ലിയറായിട്ട് ഓർക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. ഞാൻ ഹിൻറ്റ്സൊക്കെ പലതും ഇവിടെയൊക്കെ കൊടുക്കാം. അപ്പം നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കണം കേട്ടോ. ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിൽ ഇത് ഉത്തരം എഴുതണേ. ഇതെന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഈ ലെസൺ പഠിച്ച് നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ ഈ ഉത്തരങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു ഭയങ്കര ഒരു എളുപ്പമുള്ള സംഭവമായി മാറും. ഇതൊക്കെയാണ് ഇംഗ്ലീഷിലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ. ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ എന്തായാലും അറിയാത്ത ആൾക്കാർ വീണ്ടും വീണ്ടും കാണണം. എൻ്റെ ഓൾറെഡി എന്നെ ഈ യൂട്യൂബ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വളരെ എളുപ്പമായിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. കുറേ സ്ത്രീകളുണ്ട്, സ്ത്രീകളുടെ അറ്റ്ലീസ്റ്റ് നെയിംസിൽ കമൻറ്റ് ചെയ്ത് കാണാം. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒരു പ്രാവശ്യം കൂടെ കണ്ട് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവണം. എന്തെങ്കിലും മനസ്സിലായിരിക്കും ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.